അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കറണ്ട് അഫെയർസ് നമുക്ക് നോക്കാം. ഇത് ലക്ഷ്യ ടെലഗ്രാം ചാനലിൽ കൊടുത്തിരിക്കുന്ന കറണ്ട് അഫെയർ ആണ് ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഞാൻ അതാണ് പഠിക്കാനായിട്ട് ഫോളോ ചെയ്യുന്നത്. കറണ്ട് അഫെയർസിന് ഞാൻ ലക്ഷ്യമാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് പഠിക്കാനായിട്ട് തന്നിരിക്കുന്ന കറണ്ട് അഫെയർസ് ജനുവരി 1 കറണ്ട് അഫെയർ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. പുതുവർഷത്തെ ആദ്യം സ്വാഗതം ചെയ്ത ദ്വീപ് രാഷ്ട്രമാണ് കിരിബാത്തി. പുതുവർഷത്തെ ആദ്യം സ്വാഗതം ചെയ്ത ദ്വീപ് രാഷ്ട്രം കിരിബാത്തി. ക്രിസ്തുമസ് ദ്വീപ് എന്നാണ് കിരിബാത്തി ദ്വീപ് അറിയപ്പെടുന്നത്. ഹവായിക്ക് തെക്ക് കിഴക്കായും ഓസ്ട്രേലിയയ്ക്ക് വടക്ക് കിഴക്കായും സ്ഥിതി ചെയ്യുന്ന പസഫിക് സമുദ്രത്തിലെ ഒരു ദ്വീപ് രാഷ്ട്രമാണ് കിരിബാത്തി. ഹവായിക്ക് തെക്ക് കിഴക്കായും ഓസ്ട്രേലിയയ്ക്ക് വടക്ക് കിഴക്കായും സ്ഥിതി ചെയ്യുന്ന പസഫിക് സമുദ്രത്തിലെ ഒരു ദ്വീപ് രാഷ്ട്രമാണ് കിരിബാത്തി. അപ്പോൾ പുതുവർഷത്തെ ആദ്യം സ്വാഗതം ചെയ്ത ദ്വീപ് രാഷ്ട്രമാണ് കിരിബാത്തി. ക്രിസ്തുമസ് ദ്വീപ് എന്നാണ് കിരിബാത്തി ദ്വീപ് അറിയപ്പെടുന്നത്. ഹവായിക്ക് തെക്ക് കിഴക്കായും ഓസ്ട്രേലിയയ്ക്ക് വടക്ക് കിഴക്കായും സ്ഥിതി ചെയ്യുന്ന പസഫിക് സമുദ്രത്തിലെ ഒരു ദ്വീപ് രാഷ്ട്രമാണ് കിരിബാത്തി. പുതുവർഷത്തിൽ ലെവ് കറൻസി ഉപേക്ഷിച്ച് യൂറോ ഔദ്യോഗിക കറൻസിയെ സ്വീകരിച്ച രാജ്യമാണ് ബൾഗേറിയ. പുതുവർഷത്തിൽ ലെവ് കറൻസി ഉപേക്ഷിച്ച് യൂറോ ഔദ്യോഗിക കറൻസിയെ സ്വീകരിച്ച രാജ്യമാണ് ബൾഗേറിയ. ബൾഗേറിയ യൂറോപ്യൻ യൂണിയനിൽ ചേർന്നതിന് ഏകദേശം 19 വർഷങ്ങൾക്ക് ശേഷമാണ് ലെവ് കറൻസിയിൽ നിന്ന് യൂറോയിലേക്കുള്ള മാറ്റം. യൂറോ ഉപയോഗിക്കുന്ന രാജ്യങ്ങളെയെല്ലാം ചേർത്ത് പറയുന്ന പേരാണ് യൂറോസോൺ. യൂറോസോൺ എന്നാണ് പറയുന്നത്. യൂറോ ഉപയോഗിക്കുന്ന രാജ്യങ്ങളെല്ലാം ചേർത്ത് പറയുന്ന പേരാണ് യൂറോസോൺ. ബൾഗേറിയ കൂടി എത്തുന്നതോടെ യൂറോസോണിൽ 21 രാജ്യങ്ങളാവും. അപ്പോൾ 21 രാജ്യങ്ങൾ, അതായത് യൂറോ ഉപയോഗിക്കുന്ന രാജ്യങ്ങളെല്ലാം കൂടി ചേർന്ന് പറയുന്ന പേരാണ് യൂറോസോൺ എന്നുള്ളത്. അപ്പം അങ്ങനെ ഈ യൂറോസോണിൽ ഇപ്പോൾ മൊത്തം എത്ര ബൾഗേറിയ കൂടി വരുമ്പോൾ അത് 21 രാജ്യങ്ങളായിട്ട് മാറും. അപ്പോൾ ലെവ് കറൻസി ആയിരുന്നു നേരത്തെ എവിടെ ഉണ്ടായിരുന്നത്, ബൾഗേറിയയിൽ ഉണ്ടായിരുന്നത്. അത് ഉപേക്ഷിച്ചിട്ട് അവർ പുതുവർഷത്തിൽ എന്ത് ഔദ്യോഗിക കറൻസിയെ സ്വീകരിച്ചു? യൂറോ ഔദ്യോഗിക കറൻസിയായിട്ട് സ്വീകരിച്ചു. ഗോവയിൽ നിലവിൽ വരുന്ന പുതിയ ജില്ലയാണ് കുശാവതി. കുശാവതി എന്ന് പറയുന്ന ഒരു ജില്ല പുതുതായിട്ട് വരുന്നത് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് വരുന്നത്? ഗോവയിലാണ്. ഗോവയിൽ നിലവിൽ വരുന്ന പുതിയ ജില്ലയാണ് കുശാവതി. മൂന്നാമത്തെ ജില്ലയ്ക്ക് ആദ്യം അടൽ എന്ന പേരായിരുന്നു നിർദ്ദേശിച്ചത്. തെക്കൻ ഗോവയിലൂടെ ഒഴുകുന്ന ഒരു പുരാതന നദിയാണ് കുശാവതി. ഗോവയിൽ നിലവിൽ 2 ജില്ലകളുണ്ട്, സൗത്ത് ഗോവ ആൻഡ് നോർത്ത് ഗോവ. കുശാവതി ജില്ലയിൽ ഉൾപ്പെടുന്ന താലൂക്കുകളാണ് കാനക്കോണ, ക്വിപ്പെം, സാങ്വം, ദർബദോര. അപ്പോൾ മൂന്നാമത്തെ ജില്ലയാണ്. അപ്പോൾ ഗോവയിൽ നിലവിൽ 2 ജില്ലകളാണുള്ളത്. അപ്പോൾ മൂന്നാമത്തെ ഒരു ജില്ലയും കൂടിയും പ്രഖ്യാപിച്ചു, അതാണ് കുശാവതി. മൂന്നാമത്തെ ജില്ലയ്ക്ക് ആദ്യം അവർ അടൽ എന്ന് കൊടുക്കാനായിരുന്നു പേര് അടൽ എന്ന് കൊടുക്കാനായിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അത് മാറ്റിയിട്ട് കുശാവതി എന്നാക്കി. അപ്പോൾ തെക്കൻ ഗോവയിലൂടെ ഒഴുകുന്ന ഒരു പുരാതന നദിയാണ് ഈ കുശാവതി എന്ന് പറയുന്നത്. കുശാവതി എന്ന് പറയുന്നത് തെക്കൻ ഗോവയിലൂടെ ഒഴുകുന്ന ഒരു പുരാതന നദിയാണ് കുശാവതി. ആദ്യം അടൽ എന്ന് കൊടുക്കാൻ ഉദ്ദേശിച്ചു, പിന്നീട് അത് എന്താക്കി മാറ്റി? കുശാവതി എന്നാക്കി മാറ്റി. അപ്പം നിലവിൽ ഉള്ള 2 ജില്ലകളാണ്, ഒന്ന് സൗത്ത് ഗോവയും നോർത്ത് ഗോവയും. കുശാവതി ജില്ലയിൽ ഉൾപ്പെടുന്ന താലൂക്കുകളാണ് ഏതൊക്കെയാണ്? കാനക്കോണ, അതേപോലെ ക്വിപ്പെം, സാങ്വം, ദർബദോര എന്ന് പറഞ്ഞിട്ട് 4 താലൂക്കുകളാണ് കുശാവതി ജില്ലയിൽ ഉൾപ്പെടുന്നത്. കുശാവതി ഏത് സംസ്ഥാനത്തെ ജില്ലയാണെന്ന് ചോദിച്ചാൽ എവിടത്തെയാണ്? ഗോവയിലെയാണ്. അതിന് ആദ്യം കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്ന പേര് അടൽ എന്നാണ്. കുശാവതി എന്ന് പറയുന്നത് എന്താണ്? ഒരു പുരാതന നദിയാണ്. തെക്കൻ ഗോവയിലൂടെ ഒഴുകുന്ന ഒരു പുരാതന നദിയാണ് കുശാവതി. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത MRI സ്കാനർ വികസിപ്പിച്ച സ്റ്റാർട്ടപ്പാണ് വോക്സൽ ഗ്രിഡ്സ്. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത MRI സ്കാനർ വികസിപ്പിച്ച സ്റ്റാർട്ടപ്പാണ് വോക്സൽ ഗ്രിഡ്സ്. സ്റ്റാർട്ടപ്പിൻ്റെ സ്ഥാപകൻ അർജുൻ അരുണാചലം റേ. നാഗ്പൂരിനടുത്തുള്ള ചന്ദ്രപൂർ ക്യാൻസർ കെയർ ഫൗണ്ടേഷനിലാണ് നിലവിൽ ഈ MRI സ്കാനർ ഉപയോഗിക്കുന്നത്. ദ്രാവക ഹീലിയം ഉപയോഗിക്കാത്തതിനാൽ വോക്സൽ ഗ്രിഡ്സിന് MRI സ്കാനറുകൾ നിർമ്മിക്കാൻ ഏകദേശം 40% ചെലവ് കുറവാണ്. അപ്പോൾ ഈ വോക്സൽ ഗ്രിഡ്സ് എന്നുള്ളത് എന്താണ്? വോക്സൽ ഗ്രിഡ്സ് എന്ന ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. ആ കമ്പനിയാണ് പുതിയതായിട്ട്
ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയമായിട്ട് രൂപകൽപ്പന ചെയ്ത ഒരു MRI സ്കാനർ വികസിപ്പിച്ച സ്റ്റാർട്ടപ്പാണ് വോക്സൽ ഗ്രിഡ്സ് എന്നുള്ളത്. അതിൻ്റെ സ്ഥാപകൻ അർജുൻ അരുണാചലം റേ എന്ന് പറഞ്ഞ ആളാണ്. ആരാണ്? അർജുൻ അരുണാചലം റേ. നാഗ്പൂരിനടുത്തുള്ള ചന്ദ്രപൂർ ക്യാൻസർ കെയർ ഫൗണ്ടേഷനിലാണ് നിലവിൽ ഈ MRI സ്കാനർ ഉപയോഗിക്കുന്നത്. ദ്രാവക ഹീലിയം ഉപയോഗിക്കാത്തതിനാൽ വോക്സൽ ഗ്രിഡ്സിന് MRI സ്കാനറുകൾ നിർമ്മിക്കാൻ ഏകദേശം 40% ചെലവ് കുറവാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച് വിജയകരമായി പരീക്ഷിച്ച ആദ്യത്തെ അർദ്ധ ബാലിസ്റ്റിക് മിസൈലാണ് പ്രളയ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച് വിജയകരമായി പരീക്ഷിച്ച ആദ്യത്തെ അർദ്ധ ബാലിസ്റ്റിക് മിസൈലാണ് പ്രളയ്. ഒന്നിനു പിറകെ ഒന്നായി 2 പ്രളയ് മിസൈലുകൾ ഒരേ ലോഞ്ചറിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചു. ഒഡീഷയിലെ ചാന്ദിപൂരിൽ നിന്നാണ് പരീക്ഷണം നടന്നത്. ഒഡീഷയിലെ ചാന്ദിപൂരിൽ നിന്നാണ് ഈ വിക്ഷേപണത്തിൻ്റെ പരീക്ഷണം നടന്നത്. പ്രളയ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച് വിജയകരമായി പരീക്ഷിച്ച ആദ്യത്തെ അർദ്ധ ബാലിസ്റ്റിക് മിസൈലാണ്. ആദ്യത്തെ അർദ്ധ ബാലിസ്റ്റിക് മിസൈൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച് വിജയകരമായിട്ട് പരീക്ഷിച്ച ആദ്യത്തെ അർദ്ധ ബാലിസ്റ്റിക് മിസൈലാണ് പ്രളയ് എന്നുള്ളത്. എവിടെ നിന്നാണ് വിക്ഷേപിച്ചത്? ഒഡീഷയിലെ ചാന്ദിപൂരിൽ നിന്നാണ് പരീക്ഷണം നടന്നത്. 2020 ഇന്ത്യ ചൈന അതിർത്തിയിലെ ഗാൽവൺ സംഘർഷം പ്രമേയമാക്കി അപൂർവ ലാഗിയ സംവിധാനം ചെയ്ത സിനിമയാണ് ബാറ്റിൽ ഓഫ് ഗാൽവൻ. ബാറ്റിൽ ഓഫ് ഗാൽവൻ എന്താണ്? 2020 ഇന്ത്യ ചൈന അതിർത്തിയിലെ ഗാൽവൺ സംഘർഷം പ്രമേയമാക്കി. അപ്പോൾ ഗാൽവൺ സംഘർഷം നടന്നത് ഇന്ത്യ ചൈന അതിർത്തിയിലാണ്. ഏത് വർഷമാണ്? 2020 നടന്നത്. അപ്പോൾ ഗാൽവൺ അതിർത്തിയിൽ ഇന്ത്യ ചൈന അതിർത്തിയിലെ ഗാൽവൺ സംഘർഷം, അവിടെ നടന്ന സംഘർഷമാണ് ഗാൽവൺ സംഘർഷം. 2020 നടക്കുന്നത്. അത് പ്രമേയമാക്കി അപൂർവ ലാഗിയ സംവിധാനം ചെയ്ത സിനിമയാണ് ബാറ്റിൽ ഓഫ് ഗാൽവൻ. ലഡാക്കിലെ കാരക്കോറം മലനിരകളിലാണ് ഗാൽവൻ താഴ്വര സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? ലഡാക്കിലെ കാരക്കോറം മലനിരകളിലാണ് ഗാൽവൻ താഴ്വര സ്ഥിതി ചെയ്യുന്നത്. ഗാൽവൻ താഴ്വര സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലെ കാരക്കോറം മലനിരകളിലാണ് ഗാൽവൻ താഴ്വര സ്ഥിതി ചെയ്യുന്നത്. ആരാണ് സംവിധാനം ചെയ്തത്? അപൂർവ ലാഗിയാണ് സംവിധാനം ചെയ്തത്. 2020 ഇന്ത്യ ചൈന അതിർത്തിയിലെ ഗാൽവൺ സംഘർഷം പ്രമേയമാക്കി അപൂർവ ലാഗിയ സംവിധാനം ചെയ്ത സിനിമയാണ് ബാറ്റിൽ ഓഫ് ഗാൽവൻ. ലഡാക്കിലെ കാരക്കോറം മലനിരകളിലാണ് ഗാൽവൻ താഴ്വര സ്ഥിതി ചെയ്യുന്നത്. വേദന സംഹാരിയായ നിമുസുലൈഡ് എത്ര അളവിൽ കൂടുതൽ അടങ്ങിയ മരുന്നുകളുടെ ഉൽപ്പാദനം, വിൽപ്പന, വിതരണം എന്നിവയാണ് കേന്ദ്ര സർക്കാർ അടുത്തിടെ നിരോധിച്ചത്? 100 mg. അപ്പോൾ 100 mg കൂടുതൽ അളവിൽ അടങ്ങിയ മരുന്നുകളുടെ ഉൽപ്പാദനവും വിൽപ്പനയും വിതരണവുമാണ് കേന്ദ്ര സർക്കാർ അടുത്തിടെ നിരോധിച്ചത്. വേദന സംഹാരിയായ നിമുസുലൈഡ് എത്ര അളവിൽ കൂടുതൽ അടങ്ങിയ മരുന്നുകളുടെ ഉൽപ്പാദനം, വിൽപ്പന, വിതരണം എന്നിവയാണ് കേന്ദ്ര സർക്കാർ അടുത്തിടെ നിരോധിച്ചത്? 100 mg. 1940 ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ടിലെ സെക്ഷൻ 26A പ്രകാരം ഡ്രഗ്സ് ടെക്നിക്കൽ അഡ്വൈസറി ബോർഡിൻ്റെ കൂടിയാലോചനയ്ക്ക് ശേഷമാണ് നടപടി. അപ്പോൾ 1940 ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ടിലെ സെക്ഷൻ 26A പ്രകാരമാണ് നടപടി എടുത്തത്. 1940 ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ടിലെ സെക്ഷൻ 26A പ്രകാരമാണ് നടപടി എടുത്തത്. മനുഷ്യൻ്റെ ആരോഗ്യത്തിന് പ്രധാനമായും കരളിന് അപകടകരമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. അപ്പോൾ ഈ വേദന സംഹാരി എന്തിനാണ് അപകടകാരി? നമ്മുടെ ശരീരത്തിലെ കരളിന് അപകടകാരിയാണ്. അതുകൊണ്ടാണ് അപകട കാരണമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് വേദന സംഹാരിയായിട്ടുള്ള നിമുസുലൈഡ് 100 mg അളവിൽ കൂടുതൽ അടങ്ങിയിട്ടുള്ള മരുന്നുകൾ നിരോധിച്ചത്. ഏത് ആക്ട് പ്രകാരമാണ്? 1940 ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ടിലെ സെക്ഷൻ 26A പ്രകാരമാണ് നിരോധിച്ചത്. ലോകത്താദ്യമായി നിയമപരമായ അവകാശങ്ങൾ ലഭിക്കുന്ന ആദ്യ പ്രാണിവർഗമാണ് ആമസോണിയൻ സ്റ്റിംഗ്ലെസ് ബീസ്. ആമസോണിയൻ സ്റ്റിംഗ്ലെസ് ബീസ് എന്ന് പറയുന്നത് ലോകത്താദ്യമായിട്ട് നിയമപരമായ അവകാശങ്ങൾ ലഭിക്കുന്ന ആദ്യ പ്രാണിവർഗമാണ് ആമസോണിയൻ സ്റ്റിംഗ്ലെസ് ബീസ്. പെറുവിലെ സാറ്റിപ്പോ, നൗട്ട എന്നീ 2 മുനിസിപ്പാലിറ്റികൾ പുറത്തിറക്കിയ പ്രാദേശിക ഓർഡിനൻസ് പ്രകാരമാണ് നിലനിൽക്കാനും അഭിവൃദ്ധിപ്പെടാനുമുള്ള നിയമപരമായ അവകാശമുള്ളവരായി ഈ തേനീച്ചകൾ മാറിയത്. ആമസോണിയൻ സ്റ്റിംഗ്ലെസ് ബീസ് പെറുവിലെ സാറ്റിപ്പോ, നൗട്ട എന്നീ 2 മുനിസിപ്പാലിറ്റികൾ പുറത്തിറക്കിയ പ്രാദേശിക ഓർഡിനൻസ് പ്രകാരമാണ് നിലനിൽക്കാനും
നിയമപരമായ അവകാശമുള്ളവരായി ഈ തേനീച്ചകൾ മാറിയത്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള തേനീച്ച വർഗം ഇവരാണെന്ന് കരുതപ്പെടുന്നു. അപ്പോൾ ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള തേനീച്ച വർഗം കൂടിയാണ് എന്ത്? ആമസോണിയൻ സ്റ്റിംഗ്ലെസ് ബീസ്. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിസർച്ച് ഓർഗനൈസേഷൻ IAIRO, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിസർച്ച് ഓർഗനൈസേഷൻ, നിലവിൽ വരുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിസർച്ച് ഓർഗനൈസേഷൻ നിലവിൽ വരുന്നത് ഗുജറാത്തിലാണ്. സംസ്ഥാന സർക്കാർ, കേന്ദ്ര സർക്കാർ, ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ അലയൻസ് എന്നിവ ഉൾപ്പെടുന്ന ത്രികക്ഷി സഹകരണത്തിലൂടെ പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിൽ IAIRO സ്ഥാപിക്കും. അപ്പോൾ സംസ്ഥാന സർക്കാർ, കേന്ദ്ര സർക്കാർ, ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ അലയൻസ് എന്നിവ ഉൾപ്പെടുന്ന ത്രികക്ഷി സഹകരണത്തിലൂടെ പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിലാണ് IAIRO സ്ഥാപിക്കുന്നത്. നിലവിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിസർച്ച് ഓർഗനൈസേഷൻ നിലവിൽ വരുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലാണ്. ഭൂപേന്ദ്ര പട്ടേലാണ് ഗുജറാത്ത് മുഖ്യമന്ത്രി. ആരാണ്? ഭൂപേന്ദ്ര പട്ടേൽ. ഭൂപേന്ദ്ര പട്ടേലാണ് ഗുജറാത്ത് മുഖ്യമന്ത്രി. IAIRO എവിടെയാണ് സ്ഥാപിക്കുന്നത്? ഗുജറാത്തിലാണ്. ആരുടെയൊക്കെ പങ്കാളിത്തമുണ്ട്? സംസ്ഥാന സർക്കാരിൻ്റെ ഉണ്ട്, കേന്ദ്ര സർക്കാർ, ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ അലയൻസ് എന്നിവർ ഉൾപ്പെടുന്ന ത്രികക്ഷി സഹകരണത്തിലൂടെയാണ്, പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിലാണ് IAIRO സ്ഥാപിക്കുന്നത്. ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലാണ്. അമിക്കസ് ഗ്രോത്ത് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം അപൂർവ ധാതുക്കളുടെ ശേഖരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 3. അമിക്കസ് ഗ്രോത്ത് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം അപൂർവ ധാതുക്കളുടെ ശേഖരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 3. 1-ാം സ്ഥാനം ചൈനയ്ക്കാണ്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 3-ാം സ്ഥാനമാണുള്ളത്. ഇന്ത്യയിൽ ഏകദേശം 6.9 ദശലക്ഷം ടൺ റെയർ എർത്ത് ഓക്സൈഡ് ശേഖരമുണ്ട്. ഇന്ത്യയുടെ ഈ രംഗത്തെ കുതിപ്പിനായി 2025 ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതിയാണ് നാഷണൽ ക്രിട്ടിക്കൽ മിനറൽസ് മിഷൻ. നാഷണൽ ക്രിട്ടിക്കൽ മിനറൽസ് മിഷൻ. അപ്പോൾ അമിക്കസ് ഗ്രോത്ത് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം അപൂർവ ധാതുക്കളുടെ ശേഖരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 3. 1-ാം സ്ഥാനം ചൈനയ്ക്കാണ്. ഇന്ത്യയിൽ ഏകദേശം 6.9 ദശലക്ഷം ടൺ റെയർ എർത്ത് ഓക്സൈഡ് ശേഖരങ്ങളുണ്ട്. ഇന്ത്യയുടെ ഈ രംഗത്തെ കുതിപ്പിനായി 2025 ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതിയാണ് നാഷണൽ ക്രിട്ടിക്കൽ മിനറൽസ് മിഷൻ, NCMM. നാഷണൽ ക്രിട്ടിക്കൽ മിനറൽസ് മിഷൻ 2005 ഇന്ത്യ ഗവൺമെൻറ് ഈ പദ്ധതി ആരംഭിക്കുന്നത്. ഇന്ത്യയിൽ ഏകദേശം 6.9 ദശലക്ഷം ടൺ റെയർ എർത്ത് ഓക്സൈഡ് ശേഖരമുണ്ട്. ഇന്ത്യക്ക് അതിൽ 3-ാം സ്ഥാനമാണ്. 1-ാം സ്ഥാനം ചൈനയ്ക്കാണ്. അമിക്കസ് ഗ്രോത്ത് ആണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്. ബ്രിട്ടനിലെ കിങ്സ് ന്യൂ ഇയർ ഓണേഴ്സിൽ ഡെയിം ഹുഡ് പദവി ലഭിച്ച ഇന്ത്യൻ വംശജയാണ് മീര സിയാൾ. ബ്രിട്ടനിലെ കിങ്സ് ന്യൂ ഇയർ ഓണേഴ്സിൽ ഡെയിം ഹുഡ് പദവി ലഭിച്ച ഇന്ത്യൻ വംശജയാണ് മീര സിയാൾ. പുരുഷന്മാർക്ക് ലഭിക്കുന്ന സർ പദവിക്ക് തുല്യമായി സ്ത്രീകൾക്ക് നൽകുന്ന ബഹുമതിയാണ് ഡെയിം. ഇതോടെ ഇവർ ഡെയിം മീര സിയാൾ എന്ന് അറിയപ്പെടും. അപ്പോൾ ബ്രിട്ടനിലെ കിങ്സ് ന്യൂ ഇയർ ഓണേഴ്സിൽ ഡെയിം ഹുഡ് പദവി ലഭിച്ച ഇന്ത്യൻ വംശജയാണ് മീര സിയാൾ എന്ന് പറയും. മീര സിയാൾ. പുരുഷന്മാർക്ക് ലഭിക്കുന്ന സർ പദവിക്ക് തുല്യമായി സ്ത്രീകൾക്ക് നൽകുന്ന ബഹുമതിയാണ് ഡെയിം. ഇതോടെ ഇവർ ഡെയിം മീര സിയാൾ എന്ന് അറിയപ്പെടും. 2026 UN വർഷാചരണങ്ങൾ എന്തൊക്കെയാണ്? ഇൻ്റർനാഷണൽ ഇയർ ഓഫ് റേഞ്ച് ലാൻഡ്സ് ആൻഡ് പാസ്റ്റോറലിസ്റ്റ്, ഇൻ്റർനാഷണൽ ഇയർ ഓഫ് വോളണ്ടിയേഴ്സ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, ഇൻ്റർനാഷണൽ ഇയർ ഓഫ് വുമൺ ഫാർമർ. അപ്പോൾ ഏതൊക്കെയാണ് 2026 UN വർഷാചരണങ്ങൾ? ഇൻ്റർനാഷണൽ ഇയർ ഓഫ് റേഞ്ച് ലാൻഡ്സ് ആൻഡ് പാസ്റ്റോറലിസ്റ്റ്, ഇൻ്റർനാഷണൽ ഇയർ ഓഫ് വോളണ്ടിയേഴ്സ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, ഇൻ്റർനാഷണൽ ഇയർ ഓഫ് വുമൺ ഫാർമർ. സർക്കാർ തപാൽ സംവിധാനത്തിലൂടെയുള്ള കത്തുകളുടെ വിതരണം നിർത്തലാക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യ രാജ്യമാണ് ഡെൻമാർക്ക്. സർക്കാർ തപാൽ സംവിധാനത്തിലൂടെയുള്ള കത്തുകളുടെ വിതരണം നിർത്തലാക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യ രാജ്യമാണ് ഡെൻമാർക്ക്. 400 വർഷത്തിലധികം പഴക്കമുള്ള തപാൽ വിതരണ പാരമ്പര്യമാണ് ഡെൻമാർക്ക് അവസാനിപ്പിച്ചത്. ഡിജിറ്റൽ യുഗത്തിൽ കത്തുകളുടെ ഉപയോഗം കുത്തനെ കുറഞ്ഞതാണ് ഈ തീരുമാനത്തിന് കാരണം. കത്തുകളുടെ വിതരണം നിർത്തിയെങ്കിലും ഓൺലൈൻ ഷോപ്പിംഗ് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ
പാഴ്സൽ ഡെലിവറി സേവനങ്ങൾ ഡെൻമാർക്കിലെ സർക്കാർ അധീനതയിലുള്ള തപാൽ സർവീസായ പോസ്റ്റിനോട് തുടരും. അപ്പോൾ 400 വർഷം പഴക്കമുള്ളതായിരുന്നു ഡെൻമാർക്കിലെ തപാൽ സംവിധാനം. അതാണ് അവർ നിർത്തലാക്കിയത്. അപ്പോൾ സർക്കാർ തപാൽ സംവിധാനത്തിലൂടെയുള്ള കത്തുകളുടെ വിതരണം നിർത്തലാക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ രാജ്യമാണ് ഡെൻമാർക്ക്. നിർത്താൻ കാരണം എന്താണ്? ഡിജിറ്റൽ യുഗത്തിലെ കത്തുകളുടെ ഉപയോഗം കുത്തനെ കുറഞ്ഞതാണ് ഈ തീരുമാനത്തിന് കാരണം. പക്ഷേ പാഴ്സൽ ഡെലിവറി സേവനങ്ങൾ ഡെൻമാർക്കിലെ സർക്കാർ അധീനതയുള്ള തപാൽ സർവീസായിട്ടുള്ള പോസ്റ്റിനോട് തുടരും. ലോകത്തിൽ അരി ഉൽപ്പാദനത്തിൽ ചൈനയെ പിന്തള്ളി ഒന്നാമത് എത്തിയത് ഇന്ത്യയാണ്. അപ്പോൾ ഇപ്പോൾ അരി ഉൽപ്പാദനത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇന്ത്യയാണ്. ആരെയാണ് പിന്തള്ളിയത്? ചൈനയെ പിന്തള്ളിയിട്ടാണ് ഇന്ത്യ 1ാം സ്ഥാനത്ത് എത്തിയത്. ലോകത്തെ മൊത്തം അരി ഉൽപ്പാദനത്തിൻ്റെ 28% ഇന്ത്യയിലാണ് നടക്കുന്നത്. ലോകത്തെ മൊത്തം അരി കയറ്റുമതിയുടെ 40% ഇന്ത്യയിൽ നിന്നാണ്. അപ്പോൾ ലോകത്തിലെ മൊത്തം അരി ഉൽപ്പാദനത്തിൻ്റെ 28% ഇന്ത്യയിലാണ്. അതിൽ 40% കയറ്റുമതിയിൽ 40% ഇന്ത്യയിൽ നിന്നാണ് കയറ്റുമതി ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കറണ്ട് അഫയേഴ്സാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഇതിൻ്റെ എക്സാം ലക്ഷ്യയുടെ ടെലഗ്രാം ചാനൽ ഉണ്ടാവും. എല്ലാവരും പഠിച്ചിട്ട് എഴുതി നോക്കുക. താങ്ക് യു.